നമ്മുടെ ബാലൻസ്, നമ്മുടെ കേരളത്തിന്റെ ബാലൻസ് നിലനിർത്തിയത് എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായി നിന്നു, കോൺഗ്രസ് കൃത്യമായി നിന്നു, ലീഗ് അവരുടെ കൂടെ നിന്നു. അങ്ങനെ വന്നപ്പോൾ ഒരു സാമൂഹിക ഘടന രൂപപ്പെട്ടു വർഗീയതക്കെതിരെ. അതേ സമയത്ത് എന്തെങ്കിലും ലൊട്ടിലൊടുക്കി ന്യായങ്ങൾ പറഞ്ഞ് നമ്മുടെ ഘടന മാറ്റിക്കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ആകെ ചില്ലറ വോട്ടാ അവയ്ക്കുള്ളത്. ഇതിനവരെ കൂടെ കൂട്ടുന്നത്. അങ്ങനെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ആ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ വലിയ നഷ്ടം സംഭവിക്കും. നമ്മുടെ സാമൂഹിക ഘടന തകരും. എന്ത് വർഗീയവാദികൾക്ക് സാധുക്കളായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പറഞ്ഞ് പറ്റിച്ച് വർഗീയതയിലേക്ക് ചേർക്കാൻ ഇതൊരു കാരണമാകും, ഇതൊരു ടൂളാവും. അത് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? അവരെന്ത് പറഞ്ഞാൽ ആരാ? അതും ജമാഅത്തിനെ അറിയാത്തവരാരാ? ജമാഅത്ത് ഇന്ത്യൻ സർക്കാരിനോട് സഹകരിക്കുന്നത് ഹറാമാണെന്ന് എഴുതി വെച്ച ജനതയാണ്. അവരെ നമ്മുടെ സാമൂഹിക ഘടനയിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയാൽ വർഗീയത വളരും. ഈ നിലക്ക് മുന്നോട്ട് പോയാൽ വളരെ സമീപമായൊരു ഭാവിയിൽ കേരളം വർഗീയവാദികൾ ഭരിക്കും. നമ്മൾ ജനാധിപത്യ വിശ്വാസികൾ യോജിച്ച് നിൽക്കണം. അതിൽ മതമൊന്നുമില്ല. ക്രിസ്ത്യാനി, ഹിന്ദു, മുസ്ലിം എല്ലാവരും യോജിച്ച് നിൽക്കണം. എന്തുകൊണ്ട്? വർഗീയത വളരരുത്. വർഗീയത വളർന്നാൽ കേരളം വർഗീയത ഭരിക്കും. ദക്ഷിണ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് എന്ത്? ശബരിമല. ആ ശബരിമലയിൽ നമ്മൾ ഹൈന്ദവ സഹോദരൻ കയറി ചെല്ലാൻ തന്നെ ഏറ്റവും ചുരുങ്ങിയത് 38-40 കിലോമീറ്റർ എരുമേലിയിൽ നിന്ന് നടക്കണം. കാനനപാതയാവുമ്പോൾ വീണ്ടും കൂടും. കാനനപാതയിലൂടെ 60 കിലോമീറ്റർ ഉള്ള കാനനപാതയുണ്ട്. പഴയ കാലത്തൊക്കെ 90 കിലോമീറ്റർ ഒക്കെ നടക്കണം. ഏറ്റവും ചുരുങ്ങിയത് 38-40 കിലോമീറ്റർ എരുമേലിയിൽ നിന്ന് ശബരിമലയുടെ നട വരേക്കും ഏകദേശം 38-40 കിലോമീറ്റർ കഷ്ടപ്പെട്ട് ഒരു വാഹനം ഉപയോഗിക്കാൻ കഴിയില്ല. എന്താ പറയാ, കെട്ടി നിറച്ച് അതുകൊണ്ട് വീട് നിന്ന് ഇറങ്ങിയ ഈ ഭക്തൻ, മനസ്സിലായില്ലേ, ഒരു ഒറ്റ മുണ്ടോ മറ്റോ മാത്രം ഉടുത്തിട്ട് നടക്കാം. അവിടെ എരുമേലിയിൽ ഇറങ്ങിയാൽ പിന്നെ ഒരു നിർവാഹമില്ല. ഈ 38-40 കിലോമീറ്റർ നടന്ന് അവസാനത്തെ ശബരിമലയുടെ അവസാനത്തെ പടിയിൽ, ആ 18ാം പടി അവസാനിക്കുന്ന അമ്പലനടയിൽ എത്തിച്ചേരുമ്പോൾ അമ്പലനടയിൽ എഴുതി വെച്ചിട്ടുള്ളത് തത്വമസി. എന്താ അതിനർത്ഥം? തത്വം അസി, തത്വം അസി, പരമമായ അത്, പരമമായ അവൻ, പരമമായ അത്, ത്വം നീ, അസി ആകുന്നു. അപ്പോൾ പരമമായ ദൈവം നീയാണ്. അരവിപ്പുറത്ത് എന്താ പറയാ, ശ്രീ നാരായണ ഗുരു സ്വാമികള് പ്രതിഷ്ഠിച്ചത് കണ്ണാടിയാണ്.